ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ആത്മീയ അഗ്നി പരിശുദ്ധാത്മ അഭിഷേക ധ്യാനം അടുത്ത 10 ദിവസങ്ങളിലായി പന്തക്കുസ്താ തിരുനാളിന് ഒരുക്കമായി ഗുഡ്നസ് ടിവിയിൽ നടത്തപ്പെടുകയാണ്. ഈ ധ്യാന ദിനങ്ങളിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഹോളി ഫയർ മിനിസ്ട്രിയും കള്ളാർ തിരുഹൃദയ ധ്യാന കേന്ദ്രവുമാണ്. അവരോട് ചേർന്ന് ആത്മീയ അഭിഷേകത്തിനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനുമായി ഈ ദിനങ്ങളിൽ നമുക്കൊരുങ്ങാം. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുക കോട്ടയത്ത് നിന്നുള്ള വിൻസെന്റ് ബ്രദറും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളുമാണ്. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദിനങ്ങളിൽ ഈ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. വാഗ്ദാനങ്ങളെ ശരിവെച്ചുകൊണ്ടും പ്രവചനങ്ങളെ പൂർത്തിയാക്കിക്കൊണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ധ്യാനദിനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരിലേക്കും നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്യപ്പെട്ട കർത്താവിൻ്റെ ശക്തി, ഈശോ തന്നെ വാഗ്ദാനം ചെയ്ത സഹായകൻ പുതിയ ചൈതന്യമായി, പുതിയ ശക്തിയായി യോർദാൻ നദിയിലേക്ക് ഇറങ്ങി വന്ന് പുതിയ കൃപയായി മാറിയതുപോലെ നാം ഓരോരുത്തരിലും വന്ന് നിറയട്ടെ. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമുക്ക് എല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ നിറയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ യോഗ്യതയാൽ, തിരുരക്തത്തിന്റെ യോഗ്യതയാൽ, ആത്മീയ ശക്തിയുടെ ഉണർവ് എല്ലാവരിലേക്കും നൽകപ്പെടട്ടെ. കർത്താവേ, ഈ ധ്യാന ദിവസങ്ങളിൽ മുഴുവൻ അവിടുത്തെ ചൈതന്യം നിറയുവാൻ ഇടയാകട്ടെ.
പുതിയ ജന്മത്തിലേക്കും പുതിയ കൃപയിലേക്കും നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ വചനപ്രഘോഷണ സമയത്തും തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോഴും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഗുഡ്നസ് ടിവിയോട് ചേർന്ന് പന്തക്കുസ്ത തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ഗുഡ്നസ് ടി വി നമ്മുടെ മുൻപിലേക്ക് തരുന്ന ആത്മീയ അഗ്നി പരിശുദ്ധാത്മ അഭിഷേക ധ്യാന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്നത്തെ ദിവസം ഈ ശുശ്രൂഷയിൽ ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ ഇപ്രകാരം ധ്യാനിക്കുകയാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ എന്ത് മാറ്റമാണ് ഒരു സമൂഹത്തിൽ, ഒരു വ്യക്തിയിൽ സംഭവിക്കുക? ദൈവാത്മാവ് പ്രവർത്തന നിരതമായിരിക്കുന്ന ഒത്തിരിയേറെ സംഭവങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിലേറ്റവും ഹൃദ്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് പുറപ്പാടിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു സംഭവമാണ്. പുറപ്പാട് എന്താണ് നമുക്കറിയാം. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ദശാബ്ദങ്ങളായി കഴിഞ്ഞ ഒരു ജനത്തിൻ്റെ നിലവിളി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നു. ഹൊറേബ് മലയിൽ കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് മോശയെ ദൈവം വിളിക്കുന്നു. ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു കൊണ്ടുപോകുവാനുള്ള ദൗത്യം മോശയെ ഏൽപ്പിക്കുന്നു. മഹാമാരികളിലൂടെ ദൈവം ഈജിപ്തിനോട് സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ അവസാനത്തെ മഹാമാരി. എന്താണ് അവസാനത്തെ മഹാമാരി? ഒരു ദേശം മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ വലിയ സങ്കടത്തിലേക്ക് ഉണർന്നെഴുന്നേറ്റ്, കൂട്ടക്കരച്ചിലേക്ക് ഉണർന്നെഴുന്നേറ്റ ഒരു രാത്രിയിൽ, അത് അവസാനത്തെ മഹാമാരിയിൽ ആദ്യജാതർ സംഹരിക്കപ്പെട്ട ആ ദിനം ഫറവോ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക. രക്ഷപ്പെട്ട് ഓടുന്ന ഇസ്രായേൽ ജനത്തെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന ഇസ്രായേൽ ജനം യാത്ര തുടങ്ങി. ചെങ്കടലിൻ്റെ തീരത്ത് അവർ വന്ന് നിൽക്കുന്നു. ചെങ്കടലിൻ്റെ തീരത്ത് ഇസ്രായേൽക്കാർ വന്ന് നിൽക്കുമ്പോൾ ഈജിപ്തിൽ ഫറവോയുടെ മുഖം, അവൻ്റെ ഭാവം മാറുകയാണ്. ഫറവോ ഇപ്രകാരം ചിന്തിക്കുന്നു: ഇതുവരെ ഈ നാട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്തിരുന്ന ജനത, മാത്രമല്ല ആ നാട് മുഴുവൻ ഒരു മരണത്തിന്, ഒരു മരണമല്ല എല്ലാ കുടുംബങ്ങളിലും മരണം നടക്കാൻ കാരണക്കാരായ ജനത ഓടിപ്പോയിരിക്കുന്നു. അവരെ അനുധാവനം ചെയ്തുകൊണ്ട് വീണ്ടും അടിമത്തത്തിൻ്റെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ തൻ്റെ സൈന്യത്തെ ഒരുക്കാൻ വേണ്ടി ഈജിപ്തിൻ്റെ രാജാവ് തീരുമാനമെടുക്കുന്നു. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൈന്യനിരയാണ് ഈജിപ്ത്. രഥങ്ങൾ കണ്ടുപിടിച്ചത് ഈജിപ്തുകാരാണ് എന്ന് പറയുന്നു. ആ കാലഘട്ടത്തിൽ സാമ്രാജ്യശക്തിയായിട്ട് നിൽക്കുന്ന രാജ്യത്തിൻ്റെ തലവനാണ് അടിമകളായിട്ട് വർഷങ്ങളോളം കഴിഞ്ഞിരുന്ന ജനത്തിനു നേർക്ക് തൻ്റെ സൈന്യത്തെ തയ്യാറാക്കുക എന്ന നിർദ്ദേശം കൊടുക്കുന്നത്. സൈന്യത്തെ തയ്യാറാക്കി നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: 600 ഏറ്റവും മികച്ച രഥങ്ങളും ഈജിപ്തിലെ മറ്റെല്ലാ രഥങ്ങളെയും തയ്യാറാക്കാൻ ഫറവോ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഇസ്രായേലിന് നേർക്ക് സൈനിക നീക്കം. അപ്പോൾ ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുന്ന ഇസ്രായേൽ എന്ന ജനത അവർ നോക്കുമ്പോൾ അകലെ പൊടിപടലങ്ങൾ ഉയരുന്നു. ഈജിപ്തിന്റെ സൈന്യം അവരെ അനുധാവനം ചെയ്തുകൊണ്ട് കടന്നു വരുന്നു. ഓടിയൊളിക്കാൻ ഒരു ഇടമോ രക്ഷപ്പെട്ടോടാൻ ഒരു മാർഗമോ
പ്രതിരോധിക്കാനുള്ള കായബലമോ ആയുധാഭ്യാസ പാഠവമോ എന്തിന് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സൈന്യനിരയോ ഒന്നുമില്ലാതിരിക്കുന്ന സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും സ്വത്തുവകകളോടും ആടുമാടുകളോടുമൊപ്പം ചെങ്കടലിന്റെ തീരത്ത് തുറസായ സ്ഥലത്ത് നിൽക്കുന്ന ഇസ്രായേൽ ജനത, അങ്ങേയറ്റം നിസ്സഹായരായി നിൽക്കുന്ന ഇസ്രായേൽ ജനത ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ഇപ്രകാരം ഒരു തീരുമാനത്തിലെത്തുകയാണ്: തീർച്ചയായിട്ടും മരിച്ചു വീഴും, ഒരു മാറ്റവും അതിന് സംഭവിക്കില്ല. തീർച്ചയായിട്ടും ഈ ചെങ്കടൽ വീണ്ടും ചുമക്കുന്ന ഒരനുഭവം ഉണ്ടാകും. അത് തങ്ങളുടെ ചോറ് കൊണ്ടായിരിക്കുമെന്ന് അവർക്കറിയാം. അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടാണ് പറയുന്നത്, ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും. നേതാക്കന്മാർ ചെന്ന് മോശയോട് പറഞ്ഞു, ഈജിപ്തിൽ ശവക്കല്ലറകളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ കിടന്ന് മരിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പൊ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത്. ബുദ്ധി കൊണ്ടുള്ള ചിന്തയ്ക്കപ്പുറത്തേക്ക് അവരൊരു ഉത്തരത്തിലേക്ക് എത്തുകയാണ്: തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഈ യുദ്ധത്തിൽ ഇവിടെ കൊല്ലപ്പെടും, ഇവിടെ കിടന്ന് മരിക്കും, അല്ലെങ്കിൽ വീണ്ടും അടിമത്തത്തിൻ്റെ നാട്ടിലേക്ക്, ആ കഷ്ടതയുടെ നാട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകപ്പെടും. ഈ ഒരു ഉത്തരം അവരുടെ മുൻപിൽ ഇങ്ങനെ ഭീതിയോടെ എത്തി നോക്കുമ്പോൾ വീണ്ടും അവർ മോശയോട് പറയുകയാണ്: ഇവിടെ കിടന്ന് മരിക്കാൻ എന്തിനാണ് നീ ഞങ്ങളെ കൊണ്ടുവന്നത്? മോശയോട് കർത്താവ് അരുളി ചെയ്തു, ധൈര്യമായിരിക്കുവൻ എന്നവരോട് പറയുക. ധൈര്യമായിരിക്കുവനെന്ന് ആ ജനത്തോട് പറയുക. ധൈര്യമായിരിക്കുക, മുന്നോട്ട് പോവുക. എന്നിട്ട് മറ്റൊരു വചനം കൂടെ, നിങ്ങളിപ്പോൾ കാണുന്ന ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, ഒരുപാട് അർത്ഥമുള്ള, ഒത്തിരിയേറെ ആശ്വാസം നൽകുന്ന ഒരു വചനമാണത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. ഈ ആത്മീയാഗ്നി ധ്യാനത്തിൽ പന്തക്കുസ്താക്കി ഒരുങ്ങാൻ വേണ്ടി നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, ചോദ്യം ഇതാണ്: ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈജിപ്തുകാർ ആരൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈജിപ്തുകാർ ആരൊക്കെയാണ്? നമ്മുടെ കുടുംബത്തിൻ്റെ മുകളിൽ, വ്യക്തി ജീവിതങ്ങളുടെ മുകളിൽ, സഭയ്ക്ക് മുകളിൽ ഇങ്ങനെ ഭീഷണി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന, നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ കരുതുന്ന, പ്രതികരിക്കാൻ സാധിക്കില്ല, നമ്മൾ വീണുപോകും, നമ്മൾ തോറ്റുപോകും, ഇത് നമ്മുടെ നാശമാണ്, അവസാനമാണ് എന്നൊക്കെ കരുതുന്ന, ഒരുപക്ഷെ അങ്ങേയറ്റം നിരാശയിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തി ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചില ഈജിപ്തുകാരെ കണ്ടെന്നിരിക്കും. പലവിധത്തിലുള്ള തടസ്സങ്ങളാകാം. എനിക്ക് അതിജീവിക്കാൻ കഴിയാത്ത തടസ്സങ്ങൾ, അത് ജോലി മേഖലയിലാകാം, എൻ്റെ പഠന മേഖലയിലാകാം, എൻ്റെ കുടുംബത്തിൻ്റെ തലങ്ങളിലാകാം. എനിക്ക് അതിജീവിക്കാനോ എനിക്ക് എതിർക്കാനോ എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോൽപ്പിക്കാൻ കഴിയാതെ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദൈവം പറയുന്നു, നിങ്ങളിപ്പോൾ കാണുന്ന ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. നമ്മുടെ കുടുംബത്തിലേക്ക് ഒരിക്കൽ കൂടെ നോക്ക്, മക്കളിലേക്ക് നോക്ക്. ഒത്തിരിയേറെ സങ്കടങ്ങൾ കണ്ടേക്കാം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടേക്കാം. വീണ്ടും വചനം ഓർമ്മപ്പെടുത്തുന്നു, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സങ്കടങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഈ ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. അതാണ് അവൻ തരുന്ന ഉറപ്പ്. ഈ ആത്മീയഗ്നി ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തരുന്ന ഉറപ്പാണത്. ഇപ്പോൾ കാണുന്ന ഈജിപ്തുകാരെ ഇനിമേൽ കാണുകയില്ല. എങ്ങനെയാണ് ഇനിമേൽ കാണാത്തതുപോലെ ദൈവം ഇടപെട്ടത്? നമ്മളിങ്ങനെ കാണുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ അവർക്ക് വേണ്ടി ഇടപെടുകയായിരുന്നു. മേഘസ്തംഭമായി അവരോടൊപ്പമുണ്ടായിരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അത് ഈജിപ്തിനും ഇസ്രായേലിനും ഇടയിലായിട്ട് വന്നു നിന്നു. ഈജിപ്തിനും ഇസ്രായേലിനും ഇടയിലായിട്ട് വന്നു നിന്ന് കർത്താവിൻ്റെ മേഘം ഒരു വശത്ത് ഇരുളായിരുന്നു, മറുഭാഗത്ത് അഗ്നിയും. അതിനെ മറികടക്കാൻ ഈജിപ്തിന് കഴിഞ്ഞില്ല. അപ്പോ
നമുക്കെതിരെ മറികടക്കാൻ കഴിയാത്തതുപോലെ കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ പറഞ്ഞത്, ഒരു സഹായകന് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ഒരു സഹായകൻ. ഈജിപ്തിൻ്റെ മുൻപിലായി, ഇസ്രായേലിൻ്റെ പുറകിലായി ദൈവമൊരുക്കിയ സംരക്ഷണം. തുടർന്ന് നമ്മൾ കാണുകയാണ്, മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ വടിയെടുത്ത് ആ കടലിന്റെ നേരെ പിടിക്കുക. എന്താണ് അവിടുത്തെ കടൽ? ഒരു വഴി ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ഇടമാണത്. അതുവരെ ആരും കടലിന്റെ നടുവിലൂടെ സഞ്ചരിച്ചിട്ടില്ല. കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്ന ഒരു തലമാണ് ഈ കടലിന്റെ നടുവിലൂടെ, ഈ പ്രശ്നത്തിന്റെ നടുവിലൂടെ എനിക്ക് മുന്നോട്ട് കടന്നു പോകാൻ ഒരു വഴിയുണ്ടാകുമോ? അതാണ് ചോദ്യം. കടബാധ്യത വന്ന് കൂടി നിൽക്കുന്നു, മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ ഒന്ന് കൂടി നിൽക്കുന്നു. ഈ പ്രശ്നത്തിന്റെ നടുവിലൂടെ എനിക്ക് വേണ്ടി ഒരു വഴി സംജാതമാകുമോ? ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ വടിയെടുത്ത് കടലിന്റെ നേർക്ക് നീട്ടുക, അവിടെ ഒരു വഴി ഉണ്ടാകട്ടെ. മനോഹരമായ ചില വചനങ്ങളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. നമ്മൾ ഇപ്രകാരം അത് കാണുകയാണ്. സങ്കീർത്തന പുസ്തകം 77-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമായ പരിശുദ്ധനായ കർത്താവാണു ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. ആമേൻ, ആമേൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനുമായ ദൈവമാണു ഞാൻ. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്രകാരം തന്നെ കണ്ടുമുട്ടുകയാണ്. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം, കുതിര, സൈന്യം, പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു, പടുതിരി പോലെ അവർ അണഞ്ഞു പോകും. മോശയോട് പറഞ്ഞു, വടിയെടുത്ത് വീശുക, വഴിയുണ്ടാകട്ടെ. നിന്റെ വടിയെടുത്ത് വീശുക, വഴിയുണ്ടാകട്ടെ. വഴിയുണ്ടായി. കിഴക്കൻ കാറ്റ് കടന്നു വന്നു, കടലിനെ രണ്ടായിട്ട് പിളർത്തി നിർത്തി. ഉണങ്ങിയ ഭൂമി സംജാതമായി. സമുദ്രത്തിൽ ഒരു വഴിവെട്ടുന്ന, പെരുവെള്ളത്തിൽ ഒരു പാതയൊരുക്കുന്ന കർത്താവിനെ ആ ദിനം ഇസ്രായേൽ ജനം ദർശിച്ചു. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും. അതിനു മുൻപ് ഇതുവരെയും ലോകം ദർശിച്ചിട്ടില്ലാത്ത ഇടങ്ങളിലൂടെ ദൈവം ഒരു വഴിയൊരുക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് വാഗ്ദാനം. പെരുവെള്ളത്തിൽ ഒരു പാത സംജാതമാക്കാൻ കരുത്തുള്ള കരങ്ങളുള്ളവന്റെ മുൻപിലാണ് നമ്മൾ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് മുട്ടുകുത്തുന്നത്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ഇറങ്ങി പെരുവെള്ളത്തിലൂടെ പാതയൊരുക്കാൻ കരുത്തുള്ള കർത്താവിൻ്റെ മുൻപിലാണ് ആത്മാവിനെ അയക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ മുട്ടുകുത്തി നിൽക്കുന്നത്. ഉണങ്ങിയ ഭൂമിയിലൂടെ ഇസ്രായേൽ മറുകരയിലേക്ക് കുഞ്ഞുങ്ങളോടും ഭാര്യയോടും സമസ്ത വസ്തുക്കളോടുമൊപ്പം സുരക്ഷിതരായി ഇനി വഴിയുണ്ടാകില്ലെന്ന് കരുതുന്ന ഇടങ്ങളിലൂടെ അവർ മറുകരയിലേക്ക് നടക്കുമ്പോൾ അവരെ അനുധാവനം ചെയ്ത് ഈജിപ്തിൻ്റെ സൈന്യം കടലിൻ്റെ നടുവിലേക്ക് ഇറങ്ങി. അപ്പോൾ മേഘത്തിൻ്റെ ഇടയിലൂടെ കർത്താവ് അവരെ നോക്കി. മേഘത്തിനിടയിലൂടെ കർത്താവ് നോക്കി. പരിഭ്രാന്തിയുണ്ടായി, ഭീതിയുണ്ടായി. ദൈവം ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നെന്ന് അന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരുടെ രഥത്തിൻ്റെ ചക്രങ്ങൾ മണലിൽ ആണ്ടുപോയി. അവസാനത്തെ ഇസ്രായേൽക്കാരനും മറുകരയിലെത്തിയപ്പോൾ ജലം പഴയതുപോലെയായി. കടൽ പൂർവസ്ഥിതി പ്രാപിച്ചു. ദൈവം പറഞ്ഞതല്ലേ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ഈജിപ്തിൽ നിന്ന് ദൈവമായ കർത്താവ് ഇസ്രായേലിന് സംരക്ഷണം ഒരുക്കിയത് എങ്ങനെ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പന്തക്കുസ്ത അനുഭവ ആത്മീയ അഗ്നിധ്യാനത്തിൽ നമ്മൾ കൂടുതലായിട്ട് ആഴപ്പെടുന്നത്. അവൻ
അഗ്നിയായും മേഘസ്തംഭമായും ജലമായും കാറ്റായും തൻ്റെ ജനത്തിനു വേണ്ടി ഇടപെട്ടു. കാറ്റായും അഗ്നിയായും മേഘമായും ജലമായും ഇറങ്ങി വരുന്ന ഒരു ശക്തിയെക്കുറിച്ച് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ഒരു സഹായകനെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് തിരിച്ചറിയുക. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കുവിൻ. പ്രിയമുള്ളവരെ, 10 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ആത്മീയ അഗ്നി പരിശുദ്ധാത്മ അഭിഷേക ധ്യാനം എന്ന് പറയുന്നത് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുവാനുള്ള സമയമാണ്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുവാനുള്ള സമയമാണ്. ആത്മാവ് കടന്നു വരട്ടെ. നമുക്ക് മുൻപിൽ വഴികളുണ്ടാകട്ടെ. ശത്രുക്കൾ തടയപ്പെടട്ടെ. ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയ ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ നിന്റെ കുടുംബത്തിൽ സംഭവിക്കുക സാധ്യമായി തീരട്ടെ. യെശയ്യാ പ്രവചനം 59:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാൻ ആകാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചവനുമല്ല അവിടുന്ന്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്: ആത്മാവ് കടന്നു വരുമ്പോൾ വഴിയുണ്ടാകും. ആത്മാവ് കടന്നു വരുമ്പോൾ ശത്രുക്കൾ തടയപ്പെടും. ആത്മാവ് കടന്നു വരുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ ദൈവം നൽകി നിന്നെ അനുഗ്രഹിക്കും. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വിശുദ്ധ ഗ്രന്ഥഭാഗമാണ് എസെക്കിയേൽ പ്രവചനം 37 അധ്യായം. മനോഹരമായിട്ടാണ് അധ്യായം ആ വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മുടെ മുൻപിൽ വലിയ നന്മ അവതരിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നു: പ്രവാചകന ദൈവം അസ്ഥികൾ ചിതറിക്കിടക്കുന്ന താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അസ്ഥികൾ ചിതറിക്കിടക്കുന്ന താഴ്വര ഒരു പ്രതീകമാണത്. ഒരുപക്ഷെ വലിയ യുദ്ധത്തിനൊടുവിൽ കൊല്ലപ്പെട്ട പരാജിതരായിപ്പോയ അനേകം മനുഷ്യരുടെ അസ്ഥികൾ ചിതറിക്കിടക്കുന്ന താഴ്വരയായിരിക്കണം അത്. കൊണ്ടുപോയി നിർത്തിയിട്ട് ദൈവം പ്രവാചകനോട് ചോദിച്ചു: പ്രവാചക, ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ? വളരെ ബുദ്ധിപൂർവം പ്രവാചകൻ മറുപടി പറഞ്ഞു: കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. ജീവിക്കുമെന്നോ ജീവിക്കില്ലെന്നോ ഒരു ഉത്തരം പറഞ്ഞില്ല. ഉത്തരത്തിൽ ആ പ്രവാചകന്റെ വലിയ വിശ്വാസമുണ്ട്. പ്രവാചകൻ പറഞ്ഞു: ദൈവമേ, അങ്ങേക്ക് അറിയാമല്ലോ. കാരണം ഈ അസ്ഥികൾ ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിച്ചാൽ തീർച്ചയായും അത് ജീവിക്കും. അങ്ങേക്ക് അറിയാമല്ലോ. ദൈവം പ്രവാചകനോട് പറഞ്ഞു: പ്രവചിക്കുക, അധികാരത്തോടെ പ്രവചിക്കുക, അസ്ഥികളോട് പ്രവചിക്കുക. വരണ്ടുണങ്ങിയ അസ്ഥികൾ ദൈവവചനം കേൾക്കുമ്പോൾ അസ്ഥികളോട് ചേർന്നു. മാംസം വന്ന് അതിനെ മൂടി, ചർമ്മം വന്ന് പൊതിഞ്ഞു. വീണ്ടും ദൈവം പ്രവാചകനോട് പറഞ്ഞു: ജീവശ്വാസമേ, 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ പ്രതീക്ഷയറ്റവരുടെ മേൽ, നിരാശയിൽ അകപ്പെട്ടവരുടെ മേൽ വന്ന് വീശുക, ജീവനില്ലാത്തവരുടെ മേൽ വന്ന് വീശുക. അപ്രകാരം പ്രവാചകൻ അരുളി ചെയ്യുമ്പോൾ ജീവശ്വാസം വന്ന് അവരുടെ മേൽ വന്ന് വീശുന്നു. ജീവനുള്ളവരായി സൈന്യനിര പോലെ എഴുന്നേറ്റ് നിന്നു. ദൈവാത്മാവ് വരുമ്പോൾ സൈന്യനിര പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകും. സൈന്യനിര പോലെ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ ഇവിടെ ഒരു പ്രതീകമാണ്. പ്രിയമുള്ളവർ, ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് കരുതുന്ന ഒരു ഇടമാണത്. മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ അഴുകിത്തുടങ്ങുന്ന ശരീരവും വർഷങ്ങൾ കഴിഞ്ഞാൽ ചിതറിക്കിടക്കുന്ന അസ്ഥികളും അതിൽ നിന്നൊരു ഉയർപ്പുണ്ടാകുമോ? ജീവിതത്തിലെ ചില നിമിഷങ്ങൾ അങ്ങനെയായിരിക്കാം. അഴുകിത്തുടങ്ങിയ ശരീരം, ചിതറിക്കിടക്കുന്ന അസ്ഥികൾ, ജീവനുണ്ടാകുമോ? ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു ഉത്തരവില്ല. ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഉത്തരങ്ങളില്ലാതെ പോകുമ്പോൾ വിശ്വാസത്തിലൂടെ ചിന്തിക്കുക, സാധ്യമാണ്. ബുദ്ധിക്ക് അതീതമായി ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. അവൻ അരുളി ചെയ്താൽ ജീവശ്വാസം നിന്റെ മേൽ
കുടുംബത്തിൻ്റെ മേൽ, മക്കളുടെ മേൽ, ആവശ്യങ്ങളുടെ മേൽ ഒന്ന് വീശും. അങ്ങനെ കടന്നു വരുന്ന ജീവശ്വാസം ഒരു പുതിയ ഉയർപ്പും ഒരു പുതിയ ഉണർവും നിനക്ക് നൽകും. വചനം ഇതിനോട് ചേർന്ന് പറയുന്നുണ്ട്, എൻ്റെ ജനമേ, എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. കല്ലറകൾ തുറന്ന് ഉയർത്തുന്ന ദൈവം. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന കല്ലറകൾ എന്തൊക്കെയാണ്? കല്ലറ എന്ന് പറയുമ്പോൾ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരിടാണത്. രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ മരിച്ച് കല്ലറയ്ക്കുള്ളിലായവർ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ അങ്ങനെയായിരിക്കാം. കല്ലറയ്ക്കുള്ളിൽ എന്ന് അനുഭവപ്പെടുന്നു. ഇനിയൊരു ഉയർപ്പുണ്ടാകില്ല, ഇനിയൊരു മോചനമുണ്ടാകില്ല, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് കരുതുന്ന ഇടം കല്ലറകൾ. വചനം പറയുന്നു, എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തും. അപ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. അങ്ങനെ ഉയർത്താൻ കരുത്തുള്ള കരങ്ങളുള്ള ഒരു ദൈവമുണ്ട്. ആ ഉയർപ്പ് ഈ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത് ആത്മാവിനെ വർഷിച്ചുകൊണ്ടാണ്. കല്ലറകൾ തുറന്ന് ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. ആ ഉയർപ്പ് ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത് ആത്മാവിനെ വർഷിച്ചുകൊണ്ടാണ്. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തും, ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ഉന്നതങ്ങളിൽ നിന്നിറങ്ങുന്ന ഈ ആത്മീയ ശക്തിയെ നമുക്ക് ആവശ്യമുണ്ട്. ജീവിതത്തിൻ്റെ കല്ലറകളിലേക്ക്, കുടുംബത്തിൻ്റെ കല്ലറകളിലേക്ക്, കുടുംബത്തിൻ്റെ അവസ്ഥയാണത്, കുടുംബത്തിൻ്റെ തകർന്നു കിടക്കുന്ന അവസ്ഥകളിലേക്ക്, ജീവിതത്തിൻ്റെ, വ്യക്തി ജീവിതത്തിൻ്റെ തകർന്നു കിടക്കുന്ന അവസ്ഥകളിലേക്ക് കല്ലറകൾ തുറന്ന് ഒരു ഉയർപ്പ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കണം, യാചിക്കണം. ആത്മാവിൻ്റെ ശക്തിയെ ഉന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി വരണമേ, ഈ നിഹിതന്മാരുടെ മേൽ 4 വായ്ക്കളിൽ നിന്ന് വന്ന് വീശണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവാത്മാവിൻ്റെ ശക്തി നിനക്ക് സാധ്യമാണ്. ആർക്കൊക്കെയാ ഈ കൃപ കിട്ടുക? തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് ആത്മാവിനെ നൽകുകയില്ല. ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് ആത്മാവിനെ നൽകുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ജീവജലത്തിൻ്റെ അരുവിയുടെ ഒഴുക്ക് കുടുംബത്തിലേക്കുണ്ടാകട്ടെ. അത് മുട്ടോളമല്ല, അരയോളമല്ല, നമ്മളെല്ലാവരും മുങ്ങുമാറ്, ഈ ദേശം മുഴുവൻ മുങ്ങുമാറ് ജീവജലത്തിൻ്റെ, ആത്മാവിൻ്റെ അഗ്നിയുടെ പ്രവാഹം ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സഭയും ഒക്കെ നനഞ്ഞു കുതിരട്ടെ. ആത്മാവിൻ്റെ അഗ്നിയുടെ ഒഴുക്കുണ്ടാകട്ടെ. ഈ ആത്മീയ അഗ്നിയുടെ ധ്യാനത്തിൽ, പരിശുദ്ധാത്മാ അഭിഷേക ധ്യാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ പ്രവാഹമുണ്ടാകട്ടെ. എല്ലാവരിലേക്കും കടന്നു വരുന്ന ദൈവാത്മാവ് ശത്രുവിനെ തടയുന്ന, ഒരു വഴിയും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, നീ കരുതിയിരിക്കുമ്പോൾ വഴിയൊരുക്കുന്ന, ഇനിമേൽ കാണാത്തതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെ കടലിൻ്റെ അഗാധങ്ങളിലേക്ക് ആഴ്ത്തിക്കളയുവാൻ കഴിവുള്ള, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലേക്ക് ആത്മശക്തി കടന്നു വന്ന് ഉയർപ്പ് നൽകുന്ന, അങ്ങനെ ഇടപെടുന്ന ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഉന്നതങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ദൈവാത്മാവേ, ഈ നിഹിതന്മാരുടെ മേൽ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വന്ന് വീശണമേ. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈജിപ്തുകാരെ, ജീവിതത്തിന് ഭീഷണിയായി, കുടുംബത്തിന് ഭീഷണിയായി വന്നു നിൽക്കുന്ന ഈജിപ്തുകാരെ, ആ പ്രതീകങ്ങളെ ഇനിമേൽ ഞങ്ങൾ കാണാതിരിക്കട്ടെ. ധൈര്യമായിരിക്കുക, മുന്നോട്ട് പോവുക എന്ന വചനം അങ്ങ് നൽകുമ്പോൾ ആത്മശക്തിയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൈര്യമായിരിക്കാനും മുന്നോട്ട് പോകാനും ആത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ.
ആമേൻ. നമുക്ക് ആത്മീയ ശക്തി കൊണ്ട് നിറയുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന, ആത്മാവിനെ നൽകുന്ന കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് ഒരു ഗാനം ആലപിച്ചുകൊണ്ട് പ്രവേശിക്കാം. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ. എല്ലാ നാവുകളും ചേർന്ന് പാടട്ടെ. ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് ഗായിക സംഘത്തോട് ചേർന്ന് സ്തുതിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ യേശുവേ, ഈശോയെ ആരാധന, ഹല്ലേലൂയ 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 യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ. യേശുവേ ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരൊക്കെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതികളിൽ വാഴുന്ന കർത്താവ് സന്നിഹിതനായിരിക്കുമ്പോൾ എല്ലാ നാവുകളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. വലതുകരും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി നിർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതികളിൽ വാഴുന്ന കർത്താവ് മാലാഖമാരാൽ പരിസേവിതനായി അൾത്താരയിലേക്ക് കടന്നു വരുന്നു. ഈശോയുടെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വന്നു നിൽക്കുന്നവരിലൊക്കെ സ്ഥായിയായിട്ട് ഉണ്ടാകേണ്ടത് ആരാധനയുടെ ഭാവമാണ്. സീനായ് മലയിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ ഭയന്ന് വിറച്ച് അവിടുത്തെ ആരാധിച്ച് ഇസ്രായേൽ സമൂഹം മോശയുടെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ, മോശേ, നീ എൻ്റെ മുഖം കാണരുത്, കണ്ടാൽ നീ മരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് മഹത്വീകൃതനായ ദൈവമാണ്
മോശയുടെ മുൻപിലൂടെ കടന്നുപോയത്. എന്നാൽ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അവിടെ നിന്ന് വീണ്ടും ചെറുതായി അപ്പത്തിന്റെ രൂപത്തിലേക്ക് മാറി ചുറ്റു സമൂഹത്തോട് പറഞ്ഞു, ഈ ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് അപ്പത്തിന്റെ രൂപത്തിൽ അൾത്താരയിലേക്ക് എളിമപ്പെടുത്തി വിനീതനായി കടന്നു വരുന്ന കർത്താവ്, മാലാഖമാരാൽ പരിസേവിതനായി കടന്നു വരുന്ന കർത്താവ്, ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടും മാലാഖമാരോടും ചേർന്ന് നമുക്ക് ഇപ്രകാരം ഒന്ന് പാടി പ്രാർത്ഥിക്കാം. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലും സ്വർഗം മുഴുവനും പങ്കുചേരുന്നു എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ സ്വർഗത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ശിരസ് നമിച്ചുകൊണ്ട് ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. എല്ലാ നാവുകളും ചേർന്ന് പാടുകയും ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ജനക്കൂട്ടത്തിന്റെ ആരവം പോലെയും ഇടിമുഴക്കത്തിന്റെ നാദം പോലെയും കുഞ്ഞാടിന്റെ മുൻപിൽ മുഴങ്ങിയത് ഹല്ലേലൂയ എന്ന ഗാനമായിരുന്നു. നമുക്കിപ്പോൾ മാലാഖമാരോടും പരിശുദ്ധ അമ്മയോടും സകല സ്വർഗവാസികളോടും ചേർന്ന് ഇപ്രകാരം പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ നാവുകളും ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. പൗലോസും സീലാസും തടവറയിൽ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ രണ്ട് അത്ഭുതങ്ങൾ ആ തടവറയിൽ സംഭവിച്ചു. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പൗലോസും സീലാസും ദൈവത്തെ സ്തുതിക്കുമ്പോൾ അർദ്ധരാത്രി സമയമായിരുന്നു. മറ്റു തടവുകാർ അവിടെ ഉണ്ടായിരുന്നു. അവരത് കേട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഒന്നാമത്തെ അത്ഭുതം ഇതാണ്: എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് രണ്ടുപേരുടേത് മാത്രമല്ല, കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രിയമുള്ളവരെ, ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാൻ തക്ക ശക്തിയുള്ള പ്രാർത്ഥനയാണ് ദൈവത്തെ
സ്തുതിച്ചുള്ള പ്രാർത്ഥന, ആത്മീയ ശക്തിയിൽ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട്. ഇന്ന് വചനത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായിരുന്നല്ലോ, ഒരു വഴി പോലും തുറക്കില്ല എന്ന് കരുതിയ ഇടങ്ങളിൽ സമുദ്രത്തിന്റെ നടുവിലൂടെ പാതയും പെരുവെള്ളത്തിലൂടെ വഴിയും വെട്ടിയ കർത്താവ്, ഒരു പ്രതീക്ഷയുമില്ല എന്ന് കരുതുന്ന നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, തകർന്നുപോയി എന്ന് കരുതുന്ന നമ്മുടെ ഇടങ്ങളിലേക്ക് ചങ്ങലകൾ അഴിക്കുന്ന ശക്തിയെ അയക്കട്ടെ. എല്ലാ ചങ്ങലകളെയും അഴിക്കുന്ന ശക്തിയെ അയക്കട്ടെ. വിടുതലിന്റെ ശക്തിയെ അയക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമുക്ക് കരങ്ങൾ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഇപ്രകാരം പാടി പ്രാർത്ഥിക്കാം. എല്ലാ നാവുകളും ചേർന്ന് പാടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗായക സംഘത്തോട് ചേർന്ന് പാടിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടലിന്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ ഭയന്ന് വിറച്ച് തങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന സമുദ്രത്തെയും അനുധാവനം ചെയ്തു വരുന്ന സൈന്യത്തെയും കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുന്ന ജനത്തിന്റെ മുൻപിൽ അത്ഭുതകരമായി ഇടപെടുന്ന ദൈവം, അത്ഭുതകരമായി സംരക്ഷണമൊരുക്കുന്ന ദൈവം, ധൈര്യമായിരിക്കുവിൻ, മുന്നോട്ട് പോകുവിൻ എന്നരുളി ചെയ്തുകൊണ്ട് ആത്മീയ ശക്തിയെ അയച്ച് സംരക്ഷിക്കുന്ന ദൈവം. പ്രിയമുള്ളവര്, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ മേൽ, നമ്മുടെ മക്കളുടെ മേൽ അതേ ശക്തിയെ അയക്കുവാൻ, അതേ ശക്തി അയച്ച് സംരക്ഷിക്കുവാൻ, അതേ ശക്തി അയച്ച് വഴികൾ തുറന്നു തരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും ചേർന്ന്, എല്ലാ നാവുകളും ചേർന്ന് ഒരിക്കൽ കൂടെ ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസും സീലാസും തടവറയിലെ ആ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ രണ്ടാമതായിട്ട് അവിടെ സംഭവിച്ച അത്ഭുതം, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ച് പൗലോസിനും സീലാസിനും വേണ്ടി മാത്രമല്ല, കേട്ടുകൊണ്ടിരുന്നവർക്ക് വേണ്ടി കൂടിയും വാതിലുകൾ തുറക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിന്റെ മുൻപിൽ, നമ്മുടെ ജീവിതങ്ങളുടെ മുൻപിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ഏതൊക്കെയാണ്? ഒരുപാട് പ്രതീക്ഷിച്ചിട്ടും ഒരുപാട് പ്രയത്നിച്ചിട്ടും തുറന്നു കിട്ടാത്ത വാതിലുകൾ ഏതൊക്കെയാണ്? ഒരുപക്ഷെ ഒരു വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ യൗവനങ്ങളുടെ മുൻപിൽ കുട്ടിയടയ്ക്കപ്പെടുന്ന വാതിലുകൾ ഉണ്ടാകാം. ജോലി മേഖലയുടെ മുൻപിൽ, പഠന മേഖലയുടെ മുൻപിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ഉണ്ടാകാം. നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെ മേൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ഉണ്ടാകാം. ആരോഗ്യത്തിന്റെ മേഖലയിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ഉണ്ടാകാം. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ഇറങ്ങും. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട്, പ്രവചനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ആത്മീയ ശക്തിയുടെ പ്രവാഹമുണ്ടാകും. നമുക്കൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം.
കർത്താവേ, ആത്മാവിൻ്റെ ശക്തിയെ അയക്കണമേ. പാടി പ്രാർത്ഥിക്കട്ടെ എല്ലാ നാവുകളും. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ഹല്ലേലൂയ എന്ന് പാടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി ആലപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവര് കർത്താവിൻ്റെ സന്നിധിയിൽ നിരാശപ്പെടേണ്ടി വരികയില്ല. അവർക്ക് വേണ്ടി ചങ്ങലകൾ അഴിഞ്ഞു വീഴും. അവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടും. പെന്തക്കോസ്താ ദിനത്തിനൊരുക്കമായുള്ള ധ്യാന ദിവസങ്ങളിലേക്ക് ഇന്നേ ദിവസം നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതും നമ്മളിൽ നിന്നും ചങ്ങലകൾ അഴിയുവാനും നമുക്ക് വേണ്ടി അത്ഭുതകരമായ വാതിലുകൾ തുറക്കപ്പെടുന്നതിനും വേണ്ടിയാണ്. കർത്താവേ, വചനത്തിലൂടെ ഞങ്ങൾ ധ്യാനിച്ചല്ലോ. ചെങ്കടലിന്റെ തീരത്ത് വഴിയൊരുക്കിയ ദൈവം, ശത്രുവിനെ തടഞ്ഞ ദൈവം. വീണ്ടും വചനത്തിൽ ഞങ്ങൾ ധ്യാനിച്ചു. അസ്ഥികളുടെ താഴ്വരയിൽ വീണ്ടും ജീവൻ ഉണർത്തിയ ദൈവം. കുടുംബത്തിലേക്കൊന്ന് നോക്കുക, വ്യക്തി ജീവിതങ്ങളിലേക്കൊന്ന് നോക്കുക. വരണ്ടുണങ്ങിയ അസ്ഥികളെ കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ജീവനുണ്ടാകില്ലെന്ന്, ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് നമ്മൾ കരയുന്ന അവസ്ഥകൾ കാണുന്നുണ്ടോ? എന്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്നറിയും. എന്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് ആത്മാവിനെ നിവേശിപ്പിക്കും. കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തും. അപ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. പ്രിയമുള്ളവരെ, കല്ലറകൾ തുറന്നൊരു ഉയർപ്പ് ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട്. കല്ലറകൾ തുറന്നുള്ളൊരു ഉയർപ്പ് 4 വായ്ക്കളിൽ നിന്ന് വന്ന് ദൈവാത്മാവ് നിറഞ്ഞ് ജീവനുണ്ടാക്കുന്ന ഒരു അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമുണ്ട്. അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അഭിഷേകം അധരങ്ങളിലൂടെ അരുളി ചെയ്യുന്നത്, കരങ്ങളിലൂടെ നിറവേറ്റുന്ന ദൈവമാണവൻ. 2 ദിനവൃത്താന്തം 6:15. അധരങ്ങളിലൂടെ പറയുന്നത്, കരങ്ങളിലൂടെ നിറവേറ്റുന്നവനെയാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നതെങ്കിൽ അവസാന കാലത്ത് ഒരു അഭിഷേകം അയക്കും എന്ന് പറയുന്നത് നിറവേറപ്പെടുവാൻ വേണ്ടിയാണല്ലോ. പ്രതീക്ഷയോടെ നിൽക്കാം, നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം. തീ പോലെ ഇറങ്ങുന്ന ദൈവാത്മാവ്, അഗ്നിനാവുകൾ പോലെ വന്നിറങ്ങുന്ന ദൈവാത്മാവ്, വരമഴയായി പെയ്തിറങ്ങുന്ന ദൈവാത്മാവ്, വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ആത്മനദി പോലെ ഒഴുകിയിറങ്ങുന്ന
ദൈവാത്മാവ്. ഇത് നമുക്ക് അവകാശമായി നൽകപ്പെടുന്നതാണ്. ദൈവമക്കൾക്ക് അവർ അവകാശമായി തരുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. കല്ലറകൾ തുറന്ന് നമ്മളെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയെ, വഴിയുണ്ടാകില്ലെന്ന് കരുതി നിൽക്കുന്ന ഇടങ്ങളിൽ വഴി തുറന്നു തരുന്ന ദൈവത്തിൻ്റെ ശക്തിയെ, ജീവൻ വീണ്ടും നൽകുന്ന ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. വലിയ സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കാം. കരങ്ങളിടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. പുതിയ ഒരു അഭിഷേകം, അന്ത്യകാല അഭിഷേകം ഈ സമൂഹത്തിൽ സാധ്യമാകട്ടെ. പ്രവചനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട്, വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരട്ടെ. പാടി പ്രാർത്ഥിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവ് നിറയ്ക്കണമേ. ഇറങ്ങണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സാധിക്കുന്നവരൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ നാവുകളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. തീ പോലെ ഇറങ്ങുന്ന, അഗ്നിനാവായി കടന്നു വരുന്ന, ആത്മനദിയായി ഒഴുകി ഇറങ്ങുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അസ്ഥിയുടെ താഴ്വരയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സൈന്യം പോലെ ഉയർന്നു നിൽക്കാൻ അസ്ഥികൾക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. കായിക സംഘത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് അസ്ഥിയുടെ താഴ്വരയിൽ, അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ചേർന്ന് പാടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മൽ മലയിൽ ഒരു പ്രാർത്ഥനയുണ്ടായി. അത് ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ബാലിന്റെ പുരോഹിതന്മാരെ വിളിച്ചുകൂട്ടാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഭക്തി ഇറക്കി സ്വീകരിക്കുന്ന ദൈവമാകട്ടെ യഥാർത്ഥ ദൈവം. ഒടുവിൽ ബലിവസ്തുക്കൾ ഒരുക്കി വെച്ചുകൊണ്ട് പ്രവാചകൻ ദൈവസന്നിധിയിലേക്ക് കരമുയർത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും ബലിപീഠവും ദഹിപ്പിച്ചുകൊണ്ട് ഞാനാണ് കർത്താവെന്ന്, കർത്താവാണ് ദൈവമെന്ന് അവൻ തെളിയിക്കുകയുണ്ടായല്ലോ. പ്രിയമുള്ളവരെ, ആ കർമ്മലിലെ പ്രാർത്ഥനയിൽ ദൈവം ഇറക്കിയ അഗ്നി ദൈവത്തിന്റെ ആത്മാവാണ്. അതിനുശേഷം ആകാശത്തിൽ നിന്ന് ഉയർന്ന കൈമേഘം, അത് പരിശുദ്ധാത്മ ശക്തിയാണ്. ദൈവത്തിന്റെ അഗ്നിയും അവിടുത്തെ മേഘവും നമുക്ക് വേണ്ടി ഉയർന്നു നിൽക്കട്ടെ. പ്രാർത്ഥിക്കാം. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നി മഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു.
ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, 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 ക്രിസ്തുവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ മഹത്വം, ഈശോയെ നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് അവിടുത്തെ ആത്മീയ അഭിഷേകം വലതുകരത്തിൻ്റെ അനുഗ്രഹമായി നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.